സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡേറ്റ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്താണെന്ന് കണ്ടു. അതുപോലെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഗ്രൂപ്പ്ഡ് ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നും കണ്ടു. ഓക്കെ, ബട്ട് നോർമലി നിങ്ങൾക്ക് 10th ക്വസ്റ്റ്യൻ തരുന്നത് ഗ്രൂപ്പ്ഡ് ഡേറ്റ ആയിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഞാൻ ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ടേബിൾ മാത്രം ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ഒരു ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ടാവും, അതിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 0 to 20 മാർക്സ് കിട്ടിയ 2 പേരുണ്ട്, 20 to 40 ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 7 പേരുണ്ട്, 40 to 60 9 പേര്. ഓക്കെ, അതാണ് ആ ടേബിളിൻ്റെ മീനിങ് വരുന്നത്. ഇനി ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 30 പേരുണ്ട്. ഓക്കെ, ഈ ഫ്രീക്വൻസീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് എന്നാണ്. ഓക്കെ, ഫ്രീക്വൻസി എഫ് ഐ എന്നിടും. ഓക്കെ, ആ ഐയുടെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് F1 ആയിരിക്കും. ഈ 2 എന്ന് പറയുന്നത് F1, ഇത് F2, ഇത് F3, ഇത് F4, ഇത് F5, ഫ്രീക്വൻസി നമ്പർ 5 എന്നുള്ള മീനിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മളതിന് FI എന്ന് ഇടുന്നതിൻ്റെ മീനിങ് ആ ഐയുടെ വാല്യൂ 1 2 3 4 5 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് മാത്സിൽ ഇങ്ങനൊരു സിമ്പിളുണ്ട്. ഓക്കെ, ഇങ്ങനെ സിഗ്മ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ പറയുന്ന സമ്മേഷൻ എന്നാണ് പറയാം. എല്ലാം ആഡ് ചെയ്യുന്ന ഇതിൻ്റെ മീനിങ് അതാണ്, എല്ലാം കൂടി ആഡ് ചെയ്യാമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ സിഗ്മ FI എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐയുടെ വാല്യൂ എന്തൊക്കെയുണ്ടോ, ഇപ്പോൾ ഇവിടെ ഈ കേസിൽ 1 2 3 4 5 ആണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് അപ്പോൾ ഈ F1 F2 F3 F4 F5 ഇതെല്ലാം കൂടി ആഡ് ചെയ്യാമെന്നാണ്. ഇങ്ങനെ ഇത്രയും വലിച്ചെഴുതുന്നതിന് പകരം ജസ്റ്റ് സിഗ്മ FI എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സിഗ്മ FIയുടെ മീനിങ് ആ എല്ലാ ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്യാന്നുള്ളത് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 30. അപ്പോൾ സിഗ്മ FIയുടെ വാല്യൂ 30 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഈ ക്ലാസ് ഇൻ്റർവെല്ലാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് ആ ഇൻ്റർവെല്ലിൻ്റെ നടുക്കിൽ കിടക്കുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക XI എന്നാണ്. ഓക്കെ, XI. ഓക്കെ, അപ്പോൾ ഈ 0 to 20യുടെ നടുക്കിൽ കിടക്കുന്നത് എന്താണ്? 10. അത് കിട്ടാനായിട്ട് 0 + 20 ഡിവൈഡഡ് ബൈ 2, 0 + 20 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അതുപോലെ 20 40യുടെ നടുക്ക് കിടക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് 20 + 40, അതായത് 60 ഡിവൈഡഡ് ബൈ 2, 30. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ 10 ആണ് ഫസ്റ്റ് വന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലാസ് സൈസ് എത്രയായിരുന്നു? നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ക്ലാസ് സൈസിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ഇവിടെ ക്ലാസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ, അതായത് 40 to 60 അല്ലെങ്കിൽ 60 to 80 ഏത് ക്ലാസ് എടുത്താലും ആ അതിൻ്റെ സൈസാണ്. ഓക്കെ, ഇത് നോക്കിയാൽ 40 to 60 എന്ന് പറഞ്ഞാൽ സൈസ് എത്രയാണ്? 20 ആണ് അല്ലേ? 60 - 40 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇപ്പോൾ ക്ലാസ് സൈസ് 20 ആണ്. ഇപ്പോൾ 100 - 80 ചെയ്താലും 80 - 60 ഏത് ചെയ്താലും 20 തന്നെയാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് വൺ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് സൈസ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 10 + 20 30, 30 + 20 50, 50 + 20 70, 70 + 20 90. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കണ്ടോ, 80യുടെയും 100ൻ്റെയും നടുക്കാണ് 90, 60യുടെയും 80യുടെയും നടുക്ക് വരുന്ന നമ്പർ 70. ഓക്കെ, അങ്ങനെ എല്ലാം കറക്റ്റ് മിഡിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇനി അപ്പോൾ ഈ XI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്രീക്വൻസിയും ക്ലാസ് ഇൻ്റർവെലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രീക്വൻസി ഇൻറ്റു ഈ XI ചെയ്യണം. ഓക്കെ, അതായത് FI ഇൻറ്റു XI ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ 2 × 10 20, 7 × 30 എന്ന് പറയുമ്പോൾ 3 × 7 21 ആണ്. അപ്പോൾ 210 വരും. 9 × 50 എന്ന് പറയുമ്പോൾ 9 × 5 45 വരും. അപ്പോൾ 450. അതുപോലെ ഇവിടെ 7 × 6 എന്ന് പറയുമ്പോൾ 42 വരും. അപ്പോൾ 420. 6 × 9 എന്ന് പറയുമ്പോൾ 72 അല്ലല്ലോ,
54 എന്ന് വരും. അപ്പോൾ 540 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനെ ആഡ് ചെയ്യണമെന്ന് പറയണത് എങ്ങനെയായിരിക്കും? സിഗ്മ ഈ FI/XIനെ എല്ലാത്തിനും ആഡ് ചെയ്യുക. അപ്പോൾ സിഗ്മ FI/XI ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ വരാൻ പോകുന്ന നമ്പർ അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. 20 പ്ലസ് 210 പ്ലസ് 450 പ്ലസ് 420 പ്ലസ് 540. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 1640 എന്നുള്ളതാണ്. 1640. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ FI/XI എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഇത് 1640 ആണ്. ഇനി ഈ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മീനിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ എക്സ് ഇട്ടിട്ട് മുകളിലൊരു ബാർ വരയ്ക്കും. ഓക്കെ, എക്സ് ബാർ എന്ന് പറയുന്നത് ഈ സിഗ്മ FI/XI ഡിവൈഡഡ് ബൈ സിഗ്മ FI ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ സിഗ്മ FI/XIയുടെ വാല്യൂ എന്താണ്? 1640. അപ്പോൾ 1640 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0 കട്ട് ചെയ്ത് പോകും. ഇവിടെ 16ൽ 5 ടൈംസ് ഉണ്ട്. അത് കഴിഞ്ഞ് 14ൽ 5 ടൈംസ് തികയില്ല, 4 ടൈംസ് വരും. 54.3 എന്ന് വരും. ഓക്കെ, 54.33 സംതിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം 164 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 54.666 എന്ന് പോയിക്കൊണ്ടിരിക്കും. നമുക്കത് തൽക്കാലം റൗണ്ട് ചെയ്ത് 54.7 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 54.7 ആയിരിക്കും ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിത് കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിരുന്നു. നമ്മളിതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 59.3 എന്നാണ് വന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 54.7 എന്നാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം അത് നമ്മൾ എന്താ പറയുക, അപ്രോക്സിമേഷൻ ഒന്നും ചെയ്യാതെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ അപ്രോക്സിമേഷൻ ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം നമ്മളിവിടെ എടുക്കുന്നത് 2 പേർക്ക് 10 മാർക്ക് കിട്ടിയെന്നുള്ള എടുത്തത്. ഓക്കെ, പക്ഷേ ശരിക്കും എങ്ങനെയായിരുന്നു? ഒരാൾക്ക് 10 മാർക്ക് കിട്ടി, മറ്റേ ആൾക്ക് 20 മാർക്കായിരുന്നു. പക്ഷേ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? 2 പേർക്കും 10 മാർക്ക് കിട്ടിയെന്ന് എടുത്തത്. ഓക്കെ, അതുപോലെ 7 പേർക്ക് 30 മാർക്ക് കിട്ടിയെന്ന് എടുത്തത്. പക്ഷേ അവിടെ ശരിക്കും എന്താണ്? ഒരാൾക്ക് 3 പേർക്ക് 36, 4 പേർക്ക് 40 ആയിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല എടുക്കുക. നമ്മൾ എടുക്കുന്നത് 7 പേർക്ക് 30 മാർക്ക് കിട്ടിയെന്നാണ് എടുക്കുന്നത്. അതുപോലെ 9 പേർക്ക് 50 മാർക്ക് കിട്ടി, 6 പേർക്ക് 70 മാർക്ക്, 6 പേർക്ക് 90 മാർക്ക്, അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് അപ്രോക്സിമേഷൻ ചെയ്തു, നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത മീൻ, അതായത് ഈ വാല്യൂയും തമ്മിൽ ചെറിയ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അങ്ങനെ ചെറിയ ഡിഫറൻസ് ആണ് വരുള്ളൂ, ഒരുപാട് വലിയ ഡിഫറൻസ് എന്തായാലും വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴും ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. കാരണം ചിലപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഈ 20 × 10 2 × 10 7 × 30. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ 10 30 50 70 അങ്ങനെ 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അതിന് പകരം ഇപ്പോൾ ഇവിടെ എന്താ പറയുക 12 24 36 അങ്ങനത്തെ നമ്പേഴ്സാണെന്ന് വെച്ചോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് കൂടുതൽ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു മെത്തേഡ് കൂടി പഠിക്കും. അതിന് പറയുന്നത് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം XI കാൽക്കുലേറ്റ് ചെയ്യുക. XI എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡിലുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ അത് ഈ ലിമിറ്റിൻ്റെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ് സൈസ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് XI എന്നുള്ള ടേബിൾ കിട്ടും. അതിനുശേഷം ആ ഫ്രീക്വൻസി ഇൻറ്റു XI വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 2 × 10 20, 7 × 30 210, 9 × 50 450 അങ്ങനെ
അതിനുശേഷം ആ ടേബിൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് സിഗ്മ എഫ് ഐ എക്സ് ഐ എന്നാണ്. അതുപോലെ ഈ ഫ്രീക്വൻസി കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് സിഗ്മ എഫ് ഐ എന്നാണ്. ഓക്കെ, ഇപ്പോൾ സിഗ്മ എഫ് ഐയും സിഗ്മ എഫ് ഐ എക്സ് ഐയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഈ ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1640 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. അത് ഏകദേശം 54.7 ആയിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡ് അടുത്ത വീഡിയോയിൽ നോക്കാം.